ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളരെ എളുപ്പം കൃഷി ചെയ്ത് വിളവെടുക്കാൻ പറ്റുന്ന പച്ചക്കറി ഇനമായ സാലഡ് വെള്ളരിക്കയുടെ കുറച്ച് കാര്യങ്ങളാണ്. വെള്ളരിക്ക, കക്കിരിക്ക, കുക്കുംബർ എന്നീ പേരുകളിൽ സാലഡ് വെള്ളരി അറിയപ്പെടുന്നു. ധാരാളം പോഷക സമ്പുഷ്ടവും ഔഷധ ഗുണവും ഏറിയ വെള്ളരി നമുക്ക് സാലഡിന് മാത്രമല്ല ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നു. നമുക്ക് വർഷം മുഴുവൻ കൃഷി ചെയ്യാമെങ്കിലും ജനുവരി, മാർച്ച്, അതേപോലെ സെപ്റ്റംബർ, ഡിസംബർ എന്നീ മാസങ്ങളിലാണ് നമ്മൾ കുക്കുംബറിൻ്റെ പ്രധാന കൃഷി സമയം എന്ന് പറയുന്നത്. അപ്പോൾ വളരെയേറെ ഗുണങ്ങളുള്ള സാലഡ് കുക്കുംബർ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു പച്ചക്കറി ഇനമാണ് നമ്മുടെ ഈ സാലഡ് കുക്കുംബർ. നമ്മുടെ ഈ വെള്ളരിക്കയിൽ ജലാംശം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താനായിട്ട് സഹായിക്കും. അതേപോലെ ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വെള്ളരിക്ക കഴിക്കുന്നതിലൂടെ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ കഴിയും. വെള്ളരിക്കയിൽ കലോറി കുറവും അതേപോലെ പോഷകങ്ങൾ കൂടുതലുമാണ്. അതിനാൽ തന്നെ നമുക്ക് വിശപ്പ് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതേപോലെ വെള്ളരിക്ക നമ്മുടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ള സാലഡ് കുക്കുംബർ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഗുണമേന്മയോട് കൂടി ജൈവവളം മാത്രം ഉപയോഗിച്ച് നമുക്ക് വളർത്തിയെടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേനൽക്കാല കൃഷിക്കും വളരെ അനുയോജ്യമാണ് നമ്മുടെ ഈ സാലഡ് വെള്ളരിയുടെ കൃഷി. നമ്മൾ കൃഷി ചെയ്ത് വെറും 3 ആഴ്ച കൊണ്ട് നമുക്ക് വിളവെടുക്കാവുന്നതാണ്. നമുക്ക് ഇതിനായിട്ട് നമുക്ക് വെള്ളരിയുടെ വിത്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുക്കാം. വെള്ളരിയുടെ വിത്ത് നമുക്ക് സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ച ശേഷം മുളപ്പിക്കുന്നതാണ് ചെടി ആരോഗ്യത്തോടെ വളരാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളരി കൃഷി ചെയ്യുന്നതിന് നമുക്ക് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പോട്ട്സിലും ഗ്രോ ബാഗിലും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ നമ്മൾ നിലത്താണെങ്കിൽ മണ്ണ് നന്നായിട്ട് കിളച്ച് ശേഷം അതിലേക്ക് നമുക്ക് അടിവളം ചേർത്ത് കൊടുക്കാം. അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജൈവവളം ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഒരു കുഴിക്ക് നമ്മളൊരു 50 ഗ്രാം എല്ലുപൊടി എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. 2 മീറ്റർ അകലത്തിലുള്ള കുഴികളാണ് നമുക്ക് വേണ്ടുന്നത്. ഇതിൽ നമുക്ക് ഒരു കുഴിയിലാണെങ്കിൽ നമുക്കൊരു 5 വിത്തുകൾ വരെ വിതയ്ക്കാവുന്നതാണ്. അപ്പം നമ്മൾ വിത്തുകൾ ഇട്ട ശേഷം നമ്മൾ ആ വിത്തുകൾ പാകി ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേന് മുളകൾ വന്നു തുടങ്ങും. നമുക്ക് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരാരോഗ്യമുള്ള ഒരു 3-4 തൈകൾ മാത്രം നിർത്തിയ ശേഷം ബാക്കിയുള്ളവ നമുക്ക് പറിച്ചു മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് പച്ച ചാണകം വെള്ളത്തിൽ കലക്കി ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി നല്ല ഫാസ്റ്റായിട്ട് വളരാനായിട്ടൊക്കെ സഹായിക്കും. അതേപോലെ തന്നെ നമുക്ക് രാവിലെയും വൈകുന്നേരം നമ്മളൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. വള്ളി വീശി തുടങ്ങുമ്പോൾ നമുക്ക് താങ്ങ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് അതിന് പടർന്ന് കയറാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക. അതേപോലെ വള്ളി വീശുമ്പോഴും അതേപോലെ പൂവിടുമ്പോഴും ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പൂവിട്ട് 10 ദിവസത്തിലൊരിക്കൽ നമുക്ക് 1 കിലോ പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് നമുക്ക് കലക്കി വെച്ച ശേഷം അത് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് വളരാനും പൂക്കളെല്ലാം നമുക്ക് നല്ല ഗ്രോത്തിലും അതേപോലെ വലിപ്പമുള്ള കായ്കളൊക്കെ കിട്ടാനായിട്ട് സഹായിക്കും. നമ്മുടെ ഈ ഒരു സാലഡ് കുക്കുംബറിന് നമ്മൾ ഒരുപാട് വളങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചാണകമൊക്കെ വളമായിട്ട് കൊടുത്താൽ മാത്രം മതി. ചാണക വെള്ളം കലക്കി ഒഴിച്ചു കൊടുക്കുക, 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് വളരെ കുറച്ച് ശ്രദ്ധ മതി, കുറച്ച് വളവും മാത്രം മതി. ഇത് മാത്രം ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഒരു 3 ആഴ്ചയാകുമ്പോഴത്തേനും നല്ല രീതിയിൽ വിളവ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സാലഡ് കുക്കുംബറിൻ്റെ കൃഷി മറ്റു രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പവുമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ പച്ചച്ചാണകം തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് നമ്മുടെ ചെടി വളരുകയും കൂടുതൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ചാണകപ്പൊടി കിട്ടാത്തവരാണെങ്കിൽ നമ്മൾ സോയ ചങ്ക്സ് ഇല്ലേ, നമ്മുടെ സോയ ചങ്ക്സ് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന സോയ ചങ്ക്സ് നമ്മൾ തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷമാണല്ലോ നമ്മൾ അടുത്ത ദിവസം നമ്മളത് പിഴിഞ്ഞ് കറികൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ വെറുതെ കളയാതെ ആ വെള്ളം നമുക്ക് 1 കപ്പ് വെള്ളം നമ്മളത് പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ ആ വെള്ളം നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ, നമ്മുടെ സാലഡ് കുക്കുംബറിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരിക്കലും നമ്മളിങ്ങനെ ചെയ്യുക
ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ചാണകപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാൾ നൈട്രജനും ഒക്കെ നമ്മുടെ ഈ ഒരു പൊട്ടാസ്യം ഒക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇരട്ടി ഗുണം നമ്മുടെ ഈ ഒരു സാലഡ് കുക്കുംബറിന് കിട്ടും. അപ്പോൾ ചാണകപ്പൊടി കിട്ടാത്തവർക്ക് അങ്ങനെ ആ രീതിയിൽ നമുക്ക് വളം കൊടുക്കാനായിട്ട് പറ്റും. അതിൽ കൂടുതൽ വളങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറി ഇനമാണ് നമ്മുടെ ഈ സാലഡ് കുക്കുംബർ. അപ്പോൾ ഈ നമ്മൾക്ക് സോയ ചങ്ക്സ് എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് ചാണകപ്പൊടിക്ക് പകരം കൊടുക്കേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവർ ആ വീഡിയോ കൂടി കാണുക. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് കായ്ബലം കിട്ടുന്ന പച്ചക്കറിയാണ്, ഇത്രയും ഗുണമുള്ള പച്ചക്കറിയാണ് നമുക്ക് ദിവസവും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നമുക്ക് സാലഡായിട്ടും ജ്യൂസായിട്ടും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ കുറഞ്ഞ പരിചരണത്തിൽ വളർത്തിയെടുക്കാവുന്നതും ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാലഡ് കുക്കുംബറിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടും. നമ്മൾ കൂടുതൽ ശ്രദ്ധയൊന്നും തന്നെ കൊടുക്കേണ്ടതില്ല. നമ്മുടെ ഒരു രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ ശ്രദ്ധയും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ ചെറിയ രീതിയിൽ ചാണകപ്പൊടിയും ഈ ചാണകം കലക്കി വെച്ച വെള്ളവും കൊടുത്തിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് കായ്കൾ ദിവസവും കിട്ടുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.